ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്കെഴുതിയ ലേഖനം 13:7 ഇപ്രകാരം പറയുന്നു: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുന്നു. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുന്നു. ജൂലൈ മാസം നമ്മൾക്കേവർക്കും ഏറ്റവും പുണ്യപ്പെട്ട ദിവസങ്ങളാണ്. ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെയും ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെയും ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെയും ബഥനി വിശുദ്ധരുടെയും ഒക്കെ ഓർമ്മകൾ പുതുക്കുന്ന പുണ്യദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓർക്കുക എന്ന് പറയുമ്പോൾ അത് വെറുമൊരു ബൗദ്ധിക തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, പിന്നെയോ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. കാരണം നമുക്ക് മുൻപേ കടന്നുപോയ വിശുദ്ധമായ ജീവിതം നയിച്ചവരുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ പുതുക്കുകയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ജീവിതത്തിന്റെയും മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ പ്രഘോഷിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനുമുള്ള ദിവസങ്ങളാണ്. ഇത്തരുണത്തിൽ ധന്യന്മാർ ഇവാനിയോസ് പിതാവിനെ കൂദാശ ശമാശം എന്ന് വിളിക്കപ്പെടുകയും അത് എന്തുകൊണ്ടാണ് പിതാവിന്റെ നാമം അങ്ങനെ അറിയപ്പെടുക എന്നതൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. താൻ ശമാശനായിരുന്ന കാലത്ത് കൂദാശകളെ കുറിച്ച് പഠിപ്പിക്കുകയും ബൈബിൾ കൺവെൻഷനുകളിലൂടെയും നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെയെല്ലാം കൂദാശകളെ കുറിച്ച് പഠിപ്പിക്കുകയും അതിലും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചും വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് അദ്ദേഹം തന്റെ സമയവും തന്റെ സാന്നിധ്യവും മാറ്റിവെച്ചിരുന്നു. തനിക്ക് വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുമ്പസാരത്തോടുമുള്ള സ്നേഹവും ഭക്തിയും വളരെ ആഴമേറിയുള്ളതായിരുന്നുവെന്ന് തന്റെ ജീവിതത്തിലൂടെ പിതാവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനേകം പുസ്തകങ്ങൾ രചിക്കുവാനും ദൈവജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കൂദാശകൾ ഏറ്റവും അത്യന്താപേക്ഷിതവുമാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂദാശ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശുദ്ധീകരിക്കുന്നത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മലങ്കര സഭയുടെ ആത്മീയ നവോത്ഥാനമാണ് തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന കർത്തവ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഏറ്റവും പറ്റിയ മാർഗം ബഥനി പ്രസ്ഥാനം സ്ഥാപിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പുണ്യപിതാവ് തന്റെ മക്കളായ നമ്മെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ഉത്തമം ദൈവസേവനം, അത്യുത്തമം ദൈവസമ്പാദനം. ഈ ദൈവത്തെ സമ്പാദിക്കുന്നതിന് ഏറ്റവും പറ്റിയ മാർഗം കൂടെയുള്ള വിശുദ്ധ കൂദാശകളുടെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെയും വിശുദ്ധ കുമ്പസാരത്തിന്റെ സ്വീകരണമാണ് എന്ന് പുണ്യപിതാവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ആ വിശുദ്ധിയുടെ മാർഗം സ്വീകരിക്കുവാനായിട്ട്, ആ പുണ്യപിതാവിന്റെ സ്മരണയിൽ ജീവിക്കുവാൻ, അതുവഴി വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം, പുണ്യപിതാവിന്റെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.